ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി. ഈ മഹത്തായ തത്വത്തിൽ നിന്നാണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് അഥവാ സഹകരണ പ്രസ്ഥാനം ഉണ്ടായി വരുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ റോബർട്ട് ഓവൻ വിഭാവനം ചെയ്ത ഈ തത്വം ചൂഷണത്തിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയും തൊഴിലാളികളെയും സംരക്ഷിക്കുവാനും അവർക്ക് സാമ്പത്തിക മുന്നേറ്റം കൈവരിക്കുവാനും വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനം നടത്തുന്ന വേളയിൽ ഞാനൊരു വീട്ടിൽ പോയിരുന്നു. 82 വയസ്സുള്ള ഒരു പാവം മനുഷ്യൻ ആജീവനാന്തകാലം അദ്ദേഹം സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണം ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിക്കുകയോ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് വ്യസനിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തനം വീണ്ടും തുടങ്ങുകയാണ്. ആദ്യത്തെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമുള്ള ആപ്ലിക്കേഷൻ അയക്കുന്നു കോഓപ്പറേഷൻ സെക്രട്ടേറിയറ്റിലേക്ക്. ആദ്യത്തെ ചോദ്യം ബാങ്ക്, ബാങ്കിങ്, ബാങ്കർ എന്നീ പേരുകൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ പേരിനൊപ്പം ചേർത്ത് വെക്കാമോ എന്നുള്ളതാണ്. തുടർന്ന് 8ഓളം ചോദ്യങ്ങൾ. 9/8 ഞാൻ ഈ ആപ്ലിക്കേഷൻ അയക്കുന്നത്. എന്നാൽ 16-ാം തീയതി മാതൃഭൂമിയിൽ ഒരു വാർത്ത വരുന്നു. 441ഓളം സഹകരണ പ്രസ്ഥാനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നാണ് ആ വാർത്ത. 1,68,000 കോടി രൂപയോളം നിക്ഷേപമുണ്ട് സഹകരണ മേഖലയിൽ. 1680ഓളം പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉള്ള സ്ഥലത്ത് കണക്ക് കൂട്ടുമ്പോൾ 100 കോടിയോളം വരും നിക്ഷേപം. അതിൽ 50% നഷ്ടപ്പെട്ടെന്ന് കരുതിയാലും 22,000 കോടി രൂപ സാധാരണക്കാരൻ്റെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർക്കിഷ്ടമുള്ള ആൾക്കാരെ, അണികളെ അതിൽ അംഗങ്ങളാക്കി ചേർക്കുന്നു, ജോലികൾ നൽകുന്നു. അവർക്കിഷ്ടമുള്ളതിനെല്ലാം പണം എഴുതിയെടുക്കുന്നു, പ്രയർ അപ്രൂവലുകളില്ലാതെ. തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അറിയണം, പാവപ്പെട്ടവൻ ആജീവനാന്തകാലം അധ്വാനിച്ച പണമാണ്, സഹിക്കാവുന്നതല്ല. കാണാം.